പ്രതി എന്താണ് പറയുന്നത്? പ്രതി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വഴക്കിട്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പം ഇന്നലെ പെൺകുട്ടി നിരവധി തവണ ഈ പെൺകുട്ടി ഇയാളെ വിളിച്ചതാണ്. എന്നെ പരിപാടിയാണ് അത്. നിരവധി തവണ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല. ഇനി ബാക്കി പറയുന്നത് അവൻ ബ്ലോക്കാക്കി വെച്ചു എന്നാണ്. ഒരു പെൺകുട്ടി നിരവധി തവണ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല. എന്നെയൊക്കെ ആരെങ്കിലും ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ ആ ബെല്ലിൻ്റെ അടിക്കുമ്പോഴത്തേന് ഞാൻ ഫോൺ ചാടി എടുക്കും. ഒന്നിലേറെ ആളുകളുമായി ഫാക്സിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടുത്തെ പല ചെറുപ്പക്കാർക്കും. അങ്ങനെയുള്ള സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു അവരെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വലം നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇവിടെ നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് നേരെ കമൻറ്റ് ബോക്സിലേക്ക് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. കുറഞ്ഞ പക്ഷേ ഇങ്ങനെ ഒരു ലൈക്ക് കമൻറ്റ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ ഒരു ഹൃദയം കമൻറ്റ് ആയിട്ട് ഇടുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായിക്കും. ഇപ്പം നമുക്ക് റീച്ചിൻ്റെ റാ പോലും ഇല്ല. ആ റായിലെത്തിയിട്ട് വേണം നമുക്ക് ഇച്ചിലേക്ക് എത്താൻ. അപ്പോൾ നിങ്ങൾ നല്ല ഹൃദയത്തിന് ഉടമകളെല്ലാം, നല്ല മനസ്സിന് ഉടമകളെല്ലാം ഒന്ന് കമൻ്റ് ഇട്ട് സഹായിക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാൻ ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. അത് തിരിയിട്ട് കത്തിക്കേണ്ട അവസ്ഥയാക്കരുത്. അപ്പോൾ നമ്മൾ കൂടുതൽ ലാഗ് അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ കുറച്ചധികം പോപ്പുലറായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന മഹാവ്യക്തികൾ ചെയ്യുന്നൊരു പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എന്തെങ്കിലും ബെറ്റിംഗ് ആപ്പോ ഗാംബ്ലിംഗ് ആപ്പോ പ്രൊമോട്ട് ചെയ്ത് അവർ മാക്സിമം പൈസ ഉണ്ടാക്കാൻ നടക്കും. അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ സൈഡിൽ വേറെ കുറേ എണ്ണം സ്ത്രീകളെ പരിചയപ്പെട്ട് അവരെ ശാരീരികമായി ഉപയോഗിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഇത്തരത്തിൽ ശാരീരികമായി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം ഇവിടെ വളരെയധികം കൂടി വരികയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ളവരിൽ. അത്തരത്തിൽ ഒരുത്തനെ കൂടി ഇപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. നമുക്ക് ആ വാർത്തയൊന്ന് കാണാം. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിൽ. ഇരവകാട് സ്വദേശി ഹാഫിസിനെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇൻസ്റ്റാഗ്രാമിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള ഫാസിസ് തൃക്കണ്ണൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് പോപ്പുലർ ആകുക എന്നുള്ളതാണോ ഈ പീഡിപ്പിക്കാനുള്ള ബേസിക് എലിജിബിലിറ്റി ആയിട്ട് വരുന്നത്? ബേസിക് ക്വാളിഫിക്കേഷൻ അതാണോ? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സ് ആകുന്ന ആളുകൾ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇൻഫ്ലുവൻസറായി ഞങ്ങൾ വലിയ പോപ്പുലറായി ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുക, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പൊട്ടന്മാർക്ക് ഈ ഒരു ആവശ്യമായിട്ട് നടക്കാമെന്ന് പറഞ്ഞിട്ട് ഇവന്മാരുടെ താളത്തിനൊട്ട് ഒത്തു തുള്ളുന്ന സ്ത്രീകളെ നമ്മൾ കുറ്റം പറയണം. ഇവന്മാരെ മാത്രം എന്തിനാണ് കുറ്റം പറയുന്നത്? ഇവന്മാരെ കണ്ട് പരിചയപ്പെട്ട ഉടനെ ഒലിപ്പിച്ചുകൊണ്ട് ഇവൻ്റെയൊക്കെ പുറകെ ചെല്ലുന്ന സ്ത്രീകളെ ഞാൻ കുറ്റം പറയും. തന്തവായി ഭയമോ ഇല്ലല്ലേ? ബാക്കിയേക്കാം. സുദിഷ ധർമ്മൻ വിവരങ്ങൾ നൽകും. സുദിഷ, വിവരം എന്താണ്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള തൃക്കണ്ണൻ എന്നറിയപ്പെടുന്ന ഹാസിഫിനെതിരെയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത്. ഈ പരാതി പ്രകാരമാണ് യുവതിയും ഈ തൃക്കണ്ണനുമായി സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ തൃക്കണ്ണനും യുവതിയും പരിചയപ്പെടുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള പീഡന പരമ്പര കേസുകളിൽ വരുന്ന എല്ലാ എണ്ണത്തിനെ നോക്കിയാലും ഇത് തന്നെയാണ് സംഭവം. നമ്മുടെ പോക്സോ മച്ചൻ VJ മച്ചാനെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു കുട്ടിയുമായിട്ട് 18 വയസ്സ് തികയാത്ത പാൽക്കാരമല്ലോ 18 വയസ്സ് തികയാത്ത ഒരു കുട്ടിയുമായിട്ട് ഇത്തരത്തിലുള്ള അശ്ലീല ബന്ധത്തിൽ ഏർപ്പെട്ടതിനാണ് പുള്ളിക്കാരനെ പോലീസ് പോക്സോ കേസിൽ പിടിച്ചുകൊണ്ടുപോയത്. പിന്നെ നമ്മുടെ ഭൂമി ഉരുട്ടിയ നമ്മുടെ ഡാൻസ് അണ്ണനുണ്ട്, നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്കറിയാം. ആ അണ്ണനെയും പോലീസ് പിടിച്ചുകൊണ്ടുപോയത് അതിനുവേണ്ടി തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട സ്ത്രീകളുമായിട്ട് മലപ്പുറമോ അതും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും കൊണ്ടു നടന്നു കുൽസിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിനാണ് അവനെ പിടിച്ചുകൊണ്ടുപോയത്. ഇവനെ ഇപ്പോൾ പിടിച്ചതും അതിന് തന്നെ. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പെണ്ണിനെ വിളിച്ചു വരുത്തി ആ പെണ്ണെ കൊണ്ട് ഒരു റീൽസൊക്കെ എടുപ്പിച്ച് ആ പെണ്ണിൽ ഒരു വിശ്വാസീയത ജനിപ്പിച്ചതിന് ശേഷം ആ കുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി കൊണ്ടു നടത്തി കുൽസിതത്തിലേർപ്പെട്ടു. എല്ലാവരുടെയും മോഡ് ഓഫ് ഓപ്പറാണ്ടി ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഓപ്പറാണ്ടിയായിട്ട് വരുന്നവൻ്റെ മിഡിലോമ്പളക്കേറ്റ തല്ലിപ്പൊട്ടിക്കാനുള്ളൊരു ബോധം ഈ വരുന്ന ഇൻഫ്ലുവൻസേഴ്സായിട്ട് വരുന്ന അവന്മാരുടെ പെടൽക്കെട്ട് കയറാനുള്ള ബുദ്ധി ഈ സ്ത്രീകൾ കാണിക്കണം. പിന്നീട് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി. ഈ യുവതിയുമായി തൃക്കണ്ണൻ നിരവധി റീൽസ് ഇതിനോടകം എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് വിവാഹ വാഗ്ദാനം നൽകി വീട്ടിൽ വെച്ചും ഒപ്പം മറ്റിടങ്ങളിൽ വെച്ചും പീഡിപ്പിച്ചു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ യുവതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിലാണ് സൗത്ത് പോലീസ് കേസെടുക്കുകയും തൃക്കണ്ണനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എനിക്ക് ആ സെറ്റപ്പാണ് മനസ്സിലാകാത്തത്. വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിച്ചു വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ. വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം കൊണ്ട് നടന്ന് പീഡിപ്പിച്ചതിന് ശേഷം
ഈ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഈ സ്ത്രീകൾക്കെല്ലാം പീഡിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാകുക. അതായത് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു, അതാണ് അതിൻ്റെ കറക്റ്റ് സാധനം. വിവാഹ വാഗ്ദാനം നൽകി നിങ്ങൾ തമ്മിൽ രണ്ടുപേരും ഇഷ്ടത്തിലായി, ഇത്തരത്തിൽ സ്വന്തം ഇഷ്ടത്തോടെ സ്വമേധയാ പലതരത്തിലുള്ള കുൽസിത പ്രവൃത്തികളിൽ ഏർപ്പെട്ടതിന് ശേഷം ആ ചെറുക്കൻ പറ്റിച്ചിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ പെൺകുട്ടി പറ്റിച്ചിട്ട് പോകുമ്പോൾ അതിൻ്റെ പേര് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നല്ല, അതിനെ നമ്മൾ തേപ്പ് അഥവാ ബ്രേക്കപ്പ് എന്ന് പറയും. അതാണ് ഇവിടെ നടക്കുന്ന പ്രക്രിയ. പക്ഷേ സ്ത്രീകൾക്ക് അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേനും അതിനകത്തൊരു മേൽക്കൈ ഉള്ളതുകൊണ്ട് ആ ഒരു സാധനം തന്നെ അവർ ഉപയോഗിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഈ ചെറുപ്പക്കാരനെ, ഈ തങ്കക്കുടത്തിനെ, ഈ മുത്തുമണിയെ മാത്രം ഞാൻ കുറ്റം പറയത്തില്ല. ആ പെൺകുട്ടിയായിട്ടുള്ള മുത്തുമണിയെ ഞാൻ കുറ്റം പറയും. രണ്ടുപേരുടെയും ഭാഗത്തും ഒരേപോലെ തെറ്റുകളുണ്ട്. ഒരിക്കലും പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ബലം പ്രയോഗിച്ച് അവർക്ക് താല്പര്യമില്ലാതെ അവരെ ഇത്തരത്തിലുള്ള ശാരീരികമായി ഉപയോഗിക്കുന്നതിനാണ് പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. പക്ഷേ സ്വന്തം ഇഷ്ടത്തോടെ സകല കുത്സവത്തിൽ നിന്നു കൊടുത്തതിന് ശേഷം അവൻ അല്ലെങ്കിൽ അവൾ തേച്ചിട്ട് പോകുമ്പോഴത്തേനും ഉടനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചാടിയിറങ്ങും. അത് പീഡനമല്ല സുഹൃത്തെ, ബ്രേക്കപ്പാണ്, അഥവാ തേപ്പ് എന്ന് നമ്മൾ ഇച്ചിരി കൂടെ ലോക്കലൈസ് ചെയ്ത് പറയും. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ നമുക്ക് പോകുന്നുണ്ട്. സാർ, എന്താണ് ഈ പരാതിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇയാൾക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി 3,65,000 ഫോളോവേഴ്സുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇയാൾക്കുണ്ട്. ഇപ്പം ടെക്നിക്ക് പിടികിട്ടി. അതായത് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള വ്യക്തിയാണ് സ്ത്രീകൾ ആകൃഷ്ടരാകുന്നത്. അതായത് നിങ്ങൾക്ക് പെണ്ണില്ല എന്നുള്ള ഒരു സംഭവം വരികയാണെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസറായി മാറിയാൽ മതി, നിങ്ങൾക്ക് പെണ്ണ് കിട്ടും. എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാം എന്നെ ഫോളോ ചെയ്ത് എന്നെ പെട്ടെന്ന് വൈറലാക്കി എന്നെ ഒരു ഇൻഫ്ലുവൻസർ ആക്കണം. അത് പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, നമുക്കൊന്ന് ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. പെണ്ണ് രക്ഷ ഞാൻ അത്രക്കാരൻ നഹിഹേ, ഇത് എനിക്ക് അങ്ങനെ ഒരു ദുരുദ്ദേശം ഇല്ല. എന്നെക്കുറിച്ച് ഇങ്ങനെ വാർത്തയൊന്നും വരത്തില്ല കേട്ടോ, അതോർത്ത് നിങ്ങൾ പേടിക്കുക വേണ്ട. തൃക്കണ്ണൻ എന്നാണ് പേര്. ഇയാളെ നിരവധി സ്ത്രീകളുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്നാണ് നമ്മൾ പ്രൈമറി അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ പെൺകുട്ടിയായിട്ട് ഈ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം നിരവധി സ്ഥലത്ത് ഇവർ ശാരീരിക ബന്ധം ഏർപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇയാൾ വിവാഹ വാഗ്ദാനം നടത്തി ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. അതായത് ഇവർ പലയിടത്തായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു, പലയിടത്തായിട്ട് കൊണ്ടു നടന്ന് ഇവർ ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെട്ടു, എന്നിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. എടാ, ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം പലയിടത്തും പോയിട്ട് കണ്ണിക്കണ്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവരുടെ പാർട്ടിയല്ലോ അവരുടെ റിലേഷൻഷിപ്പിനെ വളർത്തിയതിന് ശേഷം ഇതുപോലെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കൊടുത്താൽ എങ്ങനെ ശരിയാകുക? ബ്രേക്കപ്പ് അങ്ങനെ പറയൂ സുഹൃത്തെ, പോലീസുകാരാ അങ്ങനെ പറയൂ, മാധ്യമപ്രവർത്തക എല്ലാവരും അങ്ങനെ പറയൂ. അതാണ് ശരിയായിട്ടുള്ള സാധനം. ഇതിനകത്ത് ഈ ചെറുപ്പക്കാരൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഈ ചെറുപ്പക്കാർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അതേസമയം ഈ പെൺകുട്ടിയുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഈ പെൺകുട്ടി പറയുന്ന ഒരു ഫേക്ക് അലിഗേഷൻ ആണെങ്കിൽ ആ പെൺകുട്ടി ശിക്ഷിക്കപ്പെടണം. ആ ഒരു സാധനം ഇവിടെ നടക്കുന്നില്ല. ഇതിനകത്ത് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നമുക്കറിയില്ല. സംഭവത്തെക്കുറിച്ച് ഈ പ്രതി എന്താണ് പറയുന്നത്? പ്രതി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ വഴക്കിട്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പം ഇന്നലെ ആ പെൺകുട്ടി നിരവധി തവണ ഈ പെൺകുട്ടി ഇയാളെ വിളിച്ചതാണ്. എടാ, എന്നെ പരിപാടിയാണ് അത്. നിരവധി തവണ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല. ഇനി ബാക്കി പറയുന്നത് അവൻ ബ്ലോക്കാക്കി വെച്ചു എന്നാണ്. ഒരു പെൺകുട്ടി നിരവധി തവണ വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ല. എടാ എന്നെയൊക്കെ ആരെങ്കിലും ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോഴേ ആ ബെല്ലിൻ്റെ അടിക്കുമ്പോഴത്തേനും ഞാൻ ഫോൺ ചാടി എടുക്കും. എന്നെ ഒന്നും വിളിക്കാൻ ആളില്ല. നിന്നെയൊക്കെ വിളിക്കുമ്പോൾ നിനക്കൊക്കെ അഹങ്കാരം. ഇതൊരു മനുഷ്യനാണ് നീയൊക്കെ. ഫോണിൽ വിളിച്ച ശേഷം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും ഇയാൾ അതിന് സമ്മതിച്ചിട്ടില്ല. പിന്നീടാണ് ഈ പെൺകുട്ടി നിരവധി തവണ ഇയാളെ കോൺടാക്ട് ചെയ്തിട്ട് ഇയാൾ പിന്മാറുകയായിരുന്നു. പിന്നെ ആ കുട്ടി തന്നെ പറഞ്ഞു നിരവധി വേറെ കുറേ റിലേഷൻഷിപ്പ് ഇയാൾക്ക് ഉണ്ടായിരുന്നു പറയുന്നത്. എടാ, വേറെ കുറേ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എടാ ഇപ്പോഴത്തെ പുരുഷന്മാർക്ക് ഒരു പെണ്ണില്ല. മുരട്ട് സിംഗിളായിട്ടാണ് ഇപ്പോൾ ഇവിടെ പല ചെറുപ്പക്കാർ നിൽക്കുന്നത്. നിങ്ങളെപ്പോലുള്ളവർ ഒന്നിലധികം സ്ത്രീകളെ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ഇവിടെ മെജോറിറ്റി പുരുഷന്മാർക്കും പെൺകുട്ടികളെ കിട്ടാത്തത്. ഇവിടെ നമ്മൾ പ്രണയിച്ചിരുന്ന കാലത്ത് ഒരു പെൺകുട്ടിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവൻ എങ്ങനെ നിരവധി പെൺകുട്ടി, ഇവർ ടാലൻറ്റഡ് ഫെലോ ആണ്. ഇവനിൽ എനിക്ക് അസൂയ തോന്നുന്നു. ഇവൻ കൊള്ളാം, ഇവൻ കിടിലുമാണ്. ഇവൻ ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ കിടക്കാനുള്ള പട്ടത്തിന് അർഹനാണെന്ന് നമുക്ക് തോന്നുന്നു. നമുക്ക് ഇപ്പോഴും വീണ്ടും ഞാൻ പറയുന്നു, ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല. എന്നിരുന്നാലും നമ്മുടെ ഒരു സ്വർണ്ണപ്പട്ടം നമ്മൾ അവന് ചാർത്തി കൊടുക്കുന്നു. എന്നാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. തൃക്കണ്ണനെ ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. നിരവധി ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുള്ള താരം കൂടിയാണ്. അതായത് ഇവൻ്റെ സൈഡിൽ തെറ്റുണ്ടെന്ന് പോലീസിന് തോന്നിയത് കൊണ്ടാണ് ബേസിക്കലി ഇവനെതിരെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തത്. അപ്പോൾ ഇവൻ്റെ സൈഡിൽ എന്തെങ്കിലും കാണും, കുറേ ഡിജിറ്റൽ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് വരാം. ഇപ്പോൾ ഇവൻ ആരാന്ന് ഇതുവരെയായിട്ട് മനസ്സിലാകാത്തവർക്ക് ഇവൻ ജോഡി ആപ്പിൻ്റെ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ആളെ മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്നും പറയണ്ട സാറേ, ബ്രോക്കർമാരും ബന്ധുക്കാരൊക്കെ കുറെ ആലോചനയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാണില്ല. ജോലിയായിട്ട് ട്രൈ ചെയ്തില്ലായിരുന്നു? ആപ്പോ അതൊന്നും വർക്കായില്ല സാറേ. എനിക്കാണെങ്കിൽ ഇംഗ്ലീഷും അറിയാൻ മേല. അല്ല, ഈ ആപ്പ് ഉണ്ടല്ലോ പൂർണ്ണമായിട്ട് മലയാളത്തിലാ. നമ്മൾ സാധാരണക്കാർക്ക് കൊറോണ ചെലവില് കൊറോണ പ്ലാനുകളൊക്കെ ഉള്ള അടിപൊളി ആപ്പാണ്. എന്റെ ഓഫീസിൽ ക്യാബ് ഡ്രൈവർ ഉണ്ട്.
അതായത് ജോഡി ആപ്പ് എന്ന് പറയുന്നത് ഈ ആപ്പിൻ്റെ പ്രൊമോഷൻ അല്ല കേട്ടോ, ഇതൊരു മാട്രിമോണി ആപ്പാണ്. ഇതിനകത്ത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് കല്യാണം കഴിക്കാനുള്ള പെൺകുട്ടിയെ കണ്ടെത്താം. ഡേറ്റിംഗ് ആപ്പല്ല, മാട്രിമോണിയൽ ആപ്പ്. അപ്പോൾ എൻ്റെ പൊന്നളിയാ, നിനക്ക് കെട്ടാനാണെങ്കിൽ നീ ഈ ജോഡി ആപ്പിൻ്റെ പരസ്യം ചെയ്ത സമയത്ത് നിനക്ക് ഇതിനകത്തൊന്നും ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കെട്ടിയാൽ പോരായിരുന്നോ? മറ്റൊരു പെൺകുട്ടിയെ അനാവശ്യമായി വാഗ്ദാനം കൊടുത്ത് ആ പെൺകുട്ടിയെ കൊണ്ടു നടന്നു കുത്സിതത്തിൽ ഏർപ്പെട്ടതിന് ശേഷം താങ്കൾ ബ്ലോക്ക് ചെയ്തു. എനിക്ക് അതിലാണ് കലിപ്പ്. ഒരു പെൺകുട്ടിയെ അവൻ ബ്ലോക്ക് ചെയ്തു. ബാക്കി നമുക്ക് ഇതിനോടനുബന്ധിച്ച് മറ്റൊരു വാർത്തയും കൂടെ കാണാം. ശരണ്യ സ്നേഹം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, ഈ അടുത്തിടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്ന് പറയുന്നവർ പ്രത്യേകിച്ച് യൂട്യൂബർമാരൊക്കെ ഇതുപോലെ പെൺകുട്ടികളെ, യുവതികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. അതെന്നെ ടോക്കാ മുതലാളി. യൂട്യൂബർമാർ എന്ന് പറയുന്നവന്മാർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നവന്മാർ എല്ലാവന്മാരും അങ്ങനെയല്ല. ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിനെതിരെ പോക്സോ കേസിനൊരു ഇത് വന്നിട്ടുണ്ട്. ഇൻഡാസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാഷ്മി ഒരു ചാനൽ ചർച്ചയിൽ വിളിച്ചിരുത്തി അപമാനിച്ചെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇൻഡാസ് വന്ന് കോടതി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നും പറഞ്ഞ് റിപ്പോർട്ടർമാരെല്ലാം വെറും ഗുണ്ടകളാണെന്ന് നമ്മൾ പറഞ്ഞ് എങ്ങനെ ഇരിക്കും? അങ്ങനെ പറയരുത്. ചില ഇൻഫ്ലുവൻസർമാർ, ചില യൂട്യൂബർമാർ, പക്ഷേ ഈ ചില ആൾക്കാരെല്ലാം പോപ്പുലർ ആണെന്നുള്ളത് മാത്രം. താഴേക്കിടയിൽ കിടക്കുന്ന ഒരുപാട് നന്മ നിറഞ്ഞ നല്ല ചെറുപ്പക്കാരുണ്ട്. അവരെയൊന്നും നിങ്ങൾ തിരിച്ചറിയാത്ത എന്തേ? നിരവധി പരാതികൾ ഇവർക്കെതിരെ ഉയരുന്നുണ്ട്. ഈ തൃക്കണ്ണൻ എന്ന ഹാഫിസ് പതിവായി അല്ലെങ്കിൽ സ്ഥിരമായി ഇതുപോലെ പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇയാൾക്കെതിരായ പരാതിയുടെയും അതോടൊപ്പം ഈ കേസിന്റെയും വിശദാംശങ്ങൾ? ടോം, ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ആളുകൾ ക്രിമിനൽ കേസുകളിൽ പ്രതികളാക്കപ്പെടുന്നത് ഇപ്പോൾ സാധാരണമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ 2025 തുടങ്ങി വാർത്ത വെച്ച് നോക്കിയാൽ എല്ലാ ദിവസവും മുടങ്ങാതെ പ്രധാനമായി 2 വാർത്തകളാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ വാർത്ത മറ്റേ ലഹരിയുടെ ഉപയോഗപ്രകാരം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ആരുടെയെങ്കിലുമൊക്കെ തലതല്ലി പൊട്ടിച്ചു എന്നുള്ള വാർത്ത. അത് നമ്മൾ 2025 തുടങ്ങിയപ്പോൾ മുതലുണ്ട്. രണ്ടാമത്തെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടിരുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കൊണ്ടു നടന്നു കുത്സിതത്തിൽ ഏർപ്പെട്ട് അറസ്റ്റിലായി എന്നുള്ള വാർത്ത. ഈ 2 വാർത്തകൾ 2025 ചെമ്മീൻ്റെ ചാകര പോലെ നമ്മൾ കാണുന്നുണ്ട്. ബാക്കി പറ. നമുക്കറിയാം, പല കേസുകളിലും പെൺകുട്ടികൾ നൽകിയിട്ടുള്ള പീഡന പരാതിയിന്മേലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു കേസാണ് ഇന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് എടുത്തിട്ടുള്ളത്. ഈ കേസിനകത്ത് പിടിയിലായിട്ടുള്ളത് തൃക്കണ്ണൻ എന്ന ഇൻസ്റ്റഗ്രാം പേജുള്ള മുഹമ്മദ് ഫാഹിസ് എന്ന ചെറുപ്പക്കാരനാണ് പിടിയിലായിട്ടുള്ളത്. ഇയാൾക്ക് 25 വയസ്സാണ്. ഇയാൾ ഇരവകാട് സ്വദേശിയാണ്, ആലപ്പുഴയിലെ. ഈ ഫാഹിസിന്റെ പേജിൽ ഫാഹിസിനൊപ്പം റീൽസ് ഉൾപ്പെടെ ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ഈ പെൺകുട്ടിയോട് വിവാഹ വാഗ്ദാനം നൽകി വിശ്വാസത്തിലെടുപ്പിച്ച ശേഷം ശാരീരികമായി പീഡിപ്പിച്ചു എന്ന പരാതിയിന്മേലാണ് ഇപ്പോൾ സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ്, അതാണ് ആ പറഞ്ഞാണ് സംഭവം. അല്ലെങ്കിൽ ഇതുപോലെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു വിശ്വാസ്യത നൽകി ചെയ്തെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്ത ചെറുപ്പക്കാരൻ ഉള്ളേ പോയി അരിയുണ്ടെങ്കിൽ തിന്നണം. ഇപ്പോൾ ഉണ്ടല്ലോ, ബിരിയാണിയൊക്കെയാണല്ലോ, എന്തായാലും തിന്നണം. നമുക്ക് സൗത്ത് സിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നിലേറെ ആളുകളുമായി ഫാഹിസിന് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പല കേസുകളിലും ഇത്തരം സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് സെറ്റിൽ ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്, പരാതി ഉണ്ടാവാത്ത രീതിയിൽ. പക്ഷേ ഈ പെൺകുട്ടിയുടെ കേസിൽ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയാണ്. മാത്രമല്ല, ആ ചെറുപ്പക്കാരൻ്റെ ഒരു കഴിവിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അതായത് നിലവിലെ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടുത്തെ പല ചെറുപ്പക്കാർക്കും. അങ്ങനെയുള്ള സമയത്ത് ഈ ചെറുപ്പക്കാരൻ ഒന്നിലധികം പെൺകുട്ടികളുമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു അവരെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി. അതുമാത്രമല്ല, ഇത്തരത്തിൽ ചേട്ടൻ പറ്റിച്ചിട്ട് പോകുമ്പോഴത്തേനും അവർക്ക് ഈ പെൺകുട്ടികൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോഴത്തേനും അത് എല്ലാം പറഞ്ഞ് കോംപ്ലിമെൻറ്റ്സ് ആക്കാനുള്ളൊരു കഴിവും ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരൻ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി ആ പ്രശ്നങ്ങളെല്ലാം അവിടെ 2 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ സാമ്പത്തികം കൊടുത്ത് ഒത്തുതീർപ്പാക്കും, അല്ലെങ്കിൽ നിനക്ക് നാണക്കേടാണെന്ന് മറ്റേ നമ്മൾ സ്ഥിരം കേൾക്കുന്നല്ലോ ചില ഫോട്ടോസൊക്കെ കാണിച്ച് എങ്ങനെ ചേട്ടൻ സെറ്റിൽമെൻ്റ് ആക്കും. അപ്പോൾ ചേട്ടന് അതിനൊക്കെയുള്ള കഴിവുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഇവർ തമ്മിലുള്ള ചാറ്റുകളടക്കമുള്ള സൈബർ തെളിവുകൾ ധാരാളമായി പോലീസിന് ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടം വരെയും ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച ശേഷം പിന്നീട് ബ്ലോക്ക് ചെയ്ത ഫോൺ കോളുകളിൽ നിന്നും മറ്റുമൊക്കെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് വിവാഹം കഴിക്കാമെന്ന് പല തവണ ഉറപ്പ് നൽകുന്നതടക്കമുള്ള തെളിവുകളാണ് പോലീസിന് ലഭ്യമായത്. അങ്ങനെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ ഡിജിറ്റൽ തെളിവുകൾ വന്നിട്ടുണ്ട്. ഈ ഡിജിറ്റൽ തെളിവുകളിനകത്ത് ഒരുപാട് തവണ ഇവൻ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും വിവാഹം കഴിച്ചാണോ ബ്രേക്കപ്പാണോ എന്താണ് സംഭവം നമുക്കറിയത്തില്ല. അതവിടെ നിൽക്കട്ടെ. എനിക്കതല്ല എൻ്റെ പ്രശ്നം. ഈ ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയെ ബ്ലോക്കാക്കി.
മനസ്സിലായോ? അതായത് പൊതുവെ സ്ത്രീകളാണ് പുരുഷന്മാരെ ബ്ലോക്ക് ആക്കുന്നത്. നമുക്കിവിടെ ബ്ലോക്ക് ആക്കാൻ പോയിട്ട് ഒന്ന് സൊള്ളാൻ പോലും ഇവിടെ ആളില്ല. എൻ്റെ പെണ്ണുമ്പിള്ള കേൾക്കണ്ട. ശരി, നമുക്ക് ഏതായാലും ഈ വാർത്തയുടെ ബാക്കി കേൾക്കാം, എന്നിട്ട് പിന്നെ തിരിച്ചു വരാം. ത്തിൽ ബോധ്യപ്പെട്ടുള്ളത് ഇരവുകാടുള്ള ഇയാളുടെ വീട്ടിൽ കുടുംബ വീടിനോട് ചേർന്ന് തന്നെ തൊട്ടടുത്ത മറ്റൊരു വീടുമുണ്ട്. പക്ഷേ ഈ ചെറുപ്പക്കാരൻ വിവാഹിതനൊന്നുമല്ല, പക്ഷേ കുടുംബത്തോടൊപ്പമല്ല, മറിച്ച് തൊട്ടടുത്തുള്ള ആ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ പോലീസിന്റെ അന്വേഷണത്തിൽ പല പെൺകുട്ടികളും വരാറുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ വിവരം ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അതായത് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ചില സ്ഥലങ്ങളിൽ പോയി കുഴിക്കുമ്പോഴത്തേനും ആൾക്കാർ പറയത്തില്ല ഇവിടെ വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന്. അതേപോലെ ഈ ചെറുപ്പക്കാരൻ്റെ വീട്ടിലല്ല താമസിക്കുന്നത്, തൊട്ടടുത്ത് മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ ഈ വെള്ളത്തിൻ്റെ സാന്നിധ്യം പോലെ ഇടയ്ക്കിടയ്ക്ക് പല തരത്തിലുള്ള സ്ത്രീകളുടെ സാന്നിധ്യം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ഇതിനകത്ത് ഈ പയ്യൻ്റെ മാതാപിതാക്കൾ തെറ്റുകാരനാണ് എന്ന് ഞാൻ പറയും, തീർച്ചയായിട്ടും ഞാൻ പറയും. കാരണം മകൻ ഇതുപോലെ മറ്റൊരു വീടെടുത്ത് താമസിക്കുമ്പോഴത്തേനും ഇത്തരത്തിൽ അതും തൊട്ടടുത്ത് അവിടെ സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ ശ്രദ്ധിക്കാതെ പോയത് അവരുടെ തെറ്റായിട്ടേ ഞാൻ കണക്കാക്കത്തുള്ളൂ. അപ്പോൾ ഈ മാതാപിതാക്കൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കളെ ഒന്ന് സൂക്ഷിച്ചോ. എത്ര പുണ്യാളനാണെങ്കിലും മക്കളെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. സംശയം കൊണ്ടല്ല, ചുമ്മാ ഒന്ന് ശ്രദ്ധിച്ചേരെ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മക്കളെല്ലാം നല്ലവരാണ്, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേരെ. അതുകൊണ്ട് ഇപ്പം നഷ്ടമൊന്നുമില്ലല്ലോ. ബേസിക്കലി എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് വളർന്നു വരുന്ന ചെറുപ്പക്കാർ, കൂടുതലും ഈ വലിയ പ്രായമില്ലാത്ത ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള കുൽസിത്തത്തിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഈ സ്ത്രീകളായിട്ടുള്ളവരും കുറച്ച് ബോധം കാണിക്കുക. ഈ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കുറേ മരവാഴകളുണ്ട്, അവന്മാരും കുറച്ച് ബോധം കാണിക്കുക. അപ്പോൾ ബേസിക്കലി ഈ പുരുഷൻ്റെയും സ്ത്രീയുടെയും ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചെറുപ്പക്കാരൻ വരുന്നതെങ്കിൽ സ്ത്രീകൾ ഒരു മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് മേടിക്കുക. ഇവൻ എന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, ഒരു കാലത്തും പിരിയില്ല എന്ന് എഴുതി ഒപ്പിട്ട് മേടിക്കുക 500 രൂപ മുദ്രപത്രത്തിൽ. അല്ല, ഇവർ ഒരു മറ്റേ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് അല്ലെങ്കിൽ മറ്റേ ബെസ്റ്റി സെറ്റപ്പ് ആണെങ്കിൽ ചെറുപ്പക്കാരൻ എഴുതി മേടിക്കുക, ഞാൻ ഇവളെ വിവാഹം കഴിക്കില്ല, ഇവൾ തുറന്ന് സമ്മതിച്ചിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നത്, കുൽസിതം മാത്രമാണ് ഞങ്ങളുടെ പ്രധാന വിഷയം എന്ന് എഴുതി 500 രൂപയുടെ പത്രത്തിൽ എഴുതി ഒപ്പിട്ട് മേടിക്കുക. ഈ 500 രൂപയുടെ പത്രം ആര് മേടിക്കണം എന്നുള്ളത്, ആരുടെ പൈസ ഉള്ളത് അവരങ്ങ് മേടിച്ചോ. ഇല്ലെങ്കിൽ ഇതേപോലെ ഉള്ളേ കിടക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. ഈ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന വരുന്നവന്മാരെ നിങ്ങൾ ദയവ് ചെയ്ത് വിശ്വസിക്കാതിരിക്കുക. ഇൻഫ്ലുവൻസറായിട്ടുള്ളവന്മാരെല്ലാം ഫോളോ ചെയ്ത് ഇത്തരത്തിലുള്ള കുൽസിതത്തിലൊന്നും ഏർപ്പെടാതിരിക്കുക. അപ്പം നിങ്ങളെല്ലാവരും എന്നെ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്ത് എന്നെ ഒരു വലിയ ഇൻഫ്ലുവൻസർ ആക്കണം. പീഡിപ്പിക്കാനല്ല കേട്ടോ, ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടുള്ള പ്രകടനമാണ്, പർദേശി അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്ത് വൈറലാക്കണം. അത്രയും പറഞ്ഞ് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.